ഇറാൻ യുദ്ധത്തെ തുടർന്ന് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വ്യാപകമായി ഇന്ധനം ഒളിച്ചു കടത്തുന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ കേന്ദ്രീകരിച്ചാണ് ജനങ്ങൾ തങ്ങളുടെ ജീവൻ പണയം വെച്ച് ഈ നിയമവിരുദ്ധ പെട്രോൾ ഡീസൽ കടത്ത് നടത്തുന്നത്. യുദ്ധം മൂലം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ പാകിസ്ഥാനിൽ വില കുറഞ്ഞ ഇറാൻ ഇന്ധനത്തിന് ആവശ്യക്കാർ ഏറിയതായി അന്താരാഷ്ട്ര മാധ്യമമായ BBC റിപ്പോർട്ട് ചെയ്യുന്നു. അത്യന്തം അപകടകരമായ സാഹചര്യങ്ങളിലൂടെയാണ് കള്ളക്കടത്തുകാർ ഇന്ധനം കടത്തുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് തന്റെ ബൈക്കിൽ 272 കിലോഗ്രാം ഭാരം വരുന്ന 5ഓളം പ്ലാസ്റ്റിക് ക്യാനുകളിൽ പെട്രോൾ നിറച്ച് യാത്ര ചെയ്യുന്ന മസാർ എന്ന 38-കാരൻ. ഇറാൻ അതിർത്തി കടന്ന് പിക്കപ്പ് വാനുകളിൽ എത്തുന്ന ഇന്ധനം ബലൂചിസ്ഥാനിലെ മസ്ദൂങ്ങിൽ നിന്ന് വാങ്ങി ബൈക്കിൽ 350 കിലോമീറ്ററോളം സഞ്ചരിച്ച് അയൽ പ്രവിശ്യയായ സിന്ധിലെത്തിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ഈ പ്രദേശത്ത് പ്ലാസ്റ്റിക് ക്യാനുകൾ ഉരുകിയൊലിക്കാനും പൊട്ടിത്തെറിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ഇന്ധനം കടത്തുന്നതിനിടെ നിരവധി പേർ പാതകളിൽ വെന്തുമരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികളുടെ വിവരങ്ങൾ പ്രകാരം പ്രതിവർഷം $100 കോടി വിലമതിക്കുന്ന ഇന്ധനമാണ് ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒളിച്ചു കടത്തുന്നത്. ബലൂചിസ്ഥാനിലെ 1.5 കോടി ജനസംഖ്യയിൽ 24 ലക്ഷത്തോളം ആളുകൾ ഈ അപകടകരമായ ബിസിനസിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ അനധികൃത കച്ചവടം കാരണം രാജ്യത്തെ ഔദ്യോഗിക പെട്രോളിയം വിൽപ്പന 27 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായെന്ന് പാകിസ്ഥാനിലെ എണ്ണ കമ്പനികളുടെ കൂട്ടായ്മയായ ഓയിൽ കമ്പനീസ് അഡ്വൈസറി കൗൺസിൽ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ 5 പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലകളും ഭരണകൂടത്തിന് കത്തയച്ചു. ഇന്ധനക്കടത്ത് പൂർണ്ണമായും നിയമവിരുദ്ധമാണെങ്കിലും പ്രദേശത്തെ കടുത്ത തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കാരണം അധികൃതർ പലപ്പോഴും ഇതിനു നേരെ കണ്ണടയ്ക്കുകയാണെന്ന് ക്വെറ്റ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റ് ഫിദ ഹുസൈൻ ദഷ്തി വ്യക്തമാക്കുന്നു. ഉയർന്ന ബിരുദങ്ങളുള്ള യുവാക്കൾ പോലും ജീവിക്കാൻ മാർഗമില്ലാതെ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. കൂടാതെ 900 കിലോമീറ്റർ നീളമുള്ള അതിർത്തി പൂർണ്ണമായി നിരീക്ഷിക്കുക അസാധ്യമാണെന്നതും വിദൂര പ്രദേശങ്ങളിൽ ഔദ്യോഗിക കമ്പനികൾ ഇന്ധനം എത്തിക്കാത്തതും ജനങ്ങളെ ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പാകിസ്ഥാൻ സുരക്ഷാ സേനയും ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങി ഇതിന് കൂട്ടുനിൽക്കുകയാണെന്ന് കള്ളക്കടത്തുകാർ ആരോപിക്കുന്നുണ്ടെങ്കിലും പാക് സർക്കാർ ഈ വാദങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു. ഇന്ധനക്കടത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 130 കോടി പാകിസ്ഥാൻ രൂപയുടെ ഇന്ധനം അതിർത്തികളിൽ നിന്നും പിടിച്ചെടുത്തതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ അടക്കം ചർച്ചയായതോടെ ഇതൊക്കെ ചിന്തിക്കാനുള്ള ബോധമില്ലേ എന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ നിയമവിരുദ്ധ ഇന്ധനക്കടത്ത് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല, മറിച്ച് കടുത്ത ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും പച്ചയായ യാഥാർത്ഥ്യമാണ് വ്യക്തമാക്കുന്നത്. മരണസാധ്യത ഏറെ ഉണ്ടായിട്ടും ഉയർന്ന വിദ്യാഭ്യാസമുള്ള യുവാക്കൾ പോലും ജീവനൊടുക്കാൻ തുല്യമായി ഈ അപകട മേഖലയിലേക്ക് എടുത്തു ചാടുന്നത് മറ്റു ഉപജീവന മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആണ് എന്നുള്ളതാണ് യഥാർത്ഥം.